ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ ശനിയാഴ്ചയാണ്. ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. കണ്ടോ, കോക്കോയും എഴുന്നേറ്റിട്ടില്ല. അവളും അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഇന്ന് അവളും ഉറക്കത്തില്ല. ഞാനാണ് ഏറ്റവും ആദ്യം എഴുന്നേറ്റ്. അപ്പം ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുട്ടയെടുത്ത് പുഴുങ്ങാൻ വെച്ചു. ഞാൻ മിക്ക ദിവസവും രാവിലെ ചായ കുടിക്കും, പിന്നെ ആദ്യം തന്നെ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരാൻ സമയം എടുക്കുമല്ലോ, അപ്പം മുട്ട കഴിച്ചാൽ കുറേ നേരത്തേക്ക് വിശക്കില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം അതാണ് കഴിക്കാറ്. എന്തിനോ വേണ്ടി തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും പാലെല്ലാം തിളച്ച് താഴെ വീണു. പിന്നെ സൈഡിൽ നിന്നൊക്കെ തുടച്ചെടുത്തു. ബാക്കിയൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാൻ ഓർത്തു തണുത്തൊക്കെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രാഗൺ മാർട്ടിൽ പോകാമെന്ന് ഓർത്തു. ഇറങ്ങിയപ്പം വൈകിപ്പോയി, 12 മണിയായി. എൻ്റെ മക്കൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് 12 മണിയായി ഇറങ്ങിയപ്പം. അതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഡ്രാഗൺ മാർട്ടിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നല്ല വിലക്കുറവാണെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്ന കേൾക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോഴേ ഈ ലൈറ്റ്സിൻ്റെയൊക്കെ ഷോപ്പായിരുന്നു ആദ്യം കണ്ടത്. അത് പല ടൈപ്പുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഷോപ്പുകളൊക്കെ കാണാനായിട്ട്. അവർ പിന്നെ ബ്രേസ്ലെറ്റ്സിൻ്റെ ഷോപ്പുകൾ, കുട്ടികളുടെ ഫിഗറിൻസ്, പിന്നെ ടോയ്സ്, ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പം പിള്ളേർ അങ്ങോട്ട് ഓടി. ഞാനും പുറകെ പോയി. ഹസ്ബൻഡിന് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അവർ ചീസ് കേക്ക് ഫ്ലേവറാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് ദുബായ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ കണ്ട ഒരു സംഭവമാണ് ഈ വിഷിംഗ് ട്രീ എന്ന് പറഞ്ഞിട്ട്. അതിലെല്ലാവരും ഇങ്ങനെ വിഷ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ നടന്ന് വായിച്ച് നോക്കി. പിന്നെ ഓർത്തത് ശരിയല്ലല്ലോ, എല്ലാവരും എഴുതിയിട്ടേക്കുന്നതൊക്കെ നമ്മളെന്തിനാ വായിക്കുന്നതെന്ന് ഓർത്തു. ഇതൊരു ഹെയർ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. അപ്പം മക്കൾ രണ്ടുപേരും അവിടെ അതിനകത്ത് നോക്കാമെന്നും പറഞ്ഞ് കയറി. അപ്പോൾ ഞാൻ അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അവരിങ്ങനെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടപ്പം വീഡിയോ എടുക്കാൻ തോന്നി. പിന്നെ ഞങ്ങൾ കുറേ അതിനകത്തോടെ ചുറ്റി നടന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു, ചുമ്മാ കാണാനായിട്ട് പോയതാണ്. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ സ്റ്റേക്ക് ഹൗസിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും 7 മണി കഴിഞ്ഞു. ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന വാക്യൂം ക്ലീനറാണ്. അപ്പം എൻ്റെ മോള് ട്രൈ ചെയ്ത് നോക്കുന്നത് അത് വർക്കാവുമെന്ന്. പിന്നെ ഒരു കിച്ചൺ ക്ലോത്ത് വാങ്ങിച്ചു, ഒരു കിച്ചൺ സിസേഴ്സ് വാങ്ങിച്ചു. ഇത് മക്കൾ വാങ്ങിച്ച ഹെയർ ആക്സസറീസ് അവർ കാണിക്കുന്നതാണ്. പിന്നെ അവർക്ക് വിശക്കുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. ഇത് ഞാനൊരു പോഡ്കാസ്റ്റിൽ കണ്ടതാണ്. ഷെഫ് രൺവീർ ബ്രാർ ഷെയർ ചെയ്തതാണ്. പുള്ളി പറഞ്ഞ് ഇത് വേൾഡ്സ് ബെസ്റ്റ് ഓംലെറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, പിന്നെ ക്രീം ആഡ് ചെയ്യണം. കുറച്ച് മതി ഇതൊക്കെ.
എൻ്റെ അടുത്ത് മറ്റേ ലിക്വിഡ് പോലെ ഉള്ള കുക്കിംഗ് ക്രീമായിരുന്നു, അതാണ് ആഡ് ചെയ്ത്. പുള്ളി മറ്റേ തിക്ക് ക്രീമാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ക്രീം ചീസാണ് ഒരു 1/2 സ്പൂണോളം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. മെൽറ്റഡ് ബട്ടർ ചേർത്തുകൊണ്ട് ഞാൻ പ്രത്യേകം ബട്ടർ ഇട്ടില്ല പാനിൽ. ഷെഫ് പറയുന്നത് നമ്മൾ അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഓംലെറ്റ്, അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് പോകുന്നതാണ്. എന്തായാലും ഞാൻ 2 സൈഡും കുക്ക് ചെയ്തെടുത്തു. അല്ലെങ്കിൽ എനിക്കും ഇഷ്ടമില്ല, മക്കൾക്കും ഇഷ്ടമില്ല അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ മുകളിലൂടെ ഇട്ട് കൊടുത്തു, അത്രേ ചെയ്തോളൂ. എന്നിട്ട് അവർക്ക് 2 പേർക്കും കൊടുത്തു. അവർ കഴിച്ചിട്ട് പറഞ്ഞത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ കഴിച്ചില്ല കേട്ടോ, മക്കൾ പറഞ്ഞ റിവ്യൂ ഉള്ളൂ, ഞാൻ കഴിച്ചു നോക്കിയില്ല. അത് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും, മക്കളും കിടന്നു, ഞാനും കിടന്നു ഉറങ്ങി. എല്ലാവരും ടയേർഡായിരുന്നു. വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.